പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ചൊവ്വാഴ്ച ദിനത്തിലേക്ക്, വിശുദ്ധ അന്തോണീസിന് പ്രതിഷ്ഠിക്കപ്പെട്ട ദിനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവമേ, ഇന്ന് നമ്മൾ ഞാൻ കണ്ടുമുട്ടുന്ന സകല മക്കളിലേക്ക്, അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന, സകല മക്കളിലേക്കും വിശുദ്ധ അന്തോണീസിൽ വിളങ്ങി നിന്നിരുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു കൃപ കർത്താവ് നൽകാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത് നമ്മൾ ധ്യാനിക്കുന്നത് സുഭാഷിത പുസ്തകം 18:1, ഒരു ഭയങ്കര വചനമാണത്. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു. അതിനെങ്ങനെയാണ്? വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും. നമ്മൾ ചില മനുഷ്യരെ കാണില്ലേ സഹോദരങ്ങൾ, ജോലി സ്ഥലങ്ങളിലുണ്ടാകും, നമ്മളുടെ കുടുംബങ്ങളിലുണ്ടാകും, അല്ലെങ്കിൽ കൂട്ടായ്മകളിലുണ്ടാകും. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും പറയുക. അതായത് ഇത് പറയുമ്പോൾ ഒഴുക്കിനെതിരായിട്ടുള്ള നീന്തൽ അങ്ങനെയല്ല കേട്ടോ, അതല്ല ഇവിടെ വചനം പറയുന്നത് എല്ലാ നല്ല തീരുമാനങ്ങളോടും, എന്ത് നല്ല തീരുമാനം പറഞ്ഞാലും അപ്പം അതിന് ഒരു ഉടക്ക് വയ്ക്കുക എന്ന് പറയില്ലേ. അതായത് എത്ര നല്ല സജഷൻ പറഞ്ഞാലും അപ്പം ഒരു ഉടക്ക് വെച്ചു. അതാണ് വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും. ചില സമയത്ത് നമുക്ക് വേറിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. അതായത് എല്ലാവരും പാപ വഴിയെ പോകുമ്പോൾ, എല്ലാവരും തെറ്റായ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ ചില കാര്യങ്ങൾ, അത് പ്രവാചക ധീരതയാണ്. അതല്ല ഇവിടെ പറയുന്നത്. നോക്കിയേ, എല്ലാ നല്ല തീരുമാനങ്ങളോടും, പ്രവാചക ധീരത എന്ന് പറയുന്നത് എല്ലാ നല്ല തീരുമാനങ്ങളോടും വേറിട്ട് നിൽക്കാമെന്നല്ല. പക്ഷേ തെറ്റായ തീരുമാനങ്ങൾ വരുമ്പോൾ അത് പ്രവാചക ധീരതയാണ്. എന്നാൽ അതിനിവിടെ പറയുന്നത് അങ്ങനെയല്ല. വേറിട്ട് നിൽക്കുന്നവർ എല്ലാ നല്ല തീരുമാനങ്ങളോടും. നമ്മുടെയൊക്കെ കൂട്ടായ്മകൾ ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളുള്ളവരുണ്ടായേക്കാം. ഒപ്പം നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് മറ്റുള്ളവരെ കുറിച്ചല്ല, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്. എൻ്റെ അപ്പനൊരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ ഒരു കാര്യം പറഞ്ഞു, അല്ല പങ്കാളി ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ വികാരിച്ചനൊരു കാര്യം പറഞ്ഞു, കൂടപ്പുറപ്പ് ഒരു കാര്യം പറഞ്ഞു, നേരെ അവർ പറയുന്ന ഒറ്റ കാരണത്താൽ അതിനെ മറുതലിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണോ ഞാനെന്ന്. മറ്റുള്ളവരെ കുറിച്ചല്ല നമ്മളിന്ന് കൂടുതലായിട്ട് കൂലങ്കുഷമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മെക്കുറിച്ച് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഈ മറുതലിപ്പിൻ്റെ ഒരു സ്വഭാവം എന്നിലുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ആത്മശോധന ചെയ്യാത്ത വ്യക്തികൾ, അവലോകനം ചെയ്യാത്ത പ്രസ്ഥാനങ്ങൾ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കുകയില്ല. കുറിച്ചിട്ടോ, ആത്മശോധന ചെയ്യാത്ത വ്യക്തികൾ എന്താണ് ആത്മശോധന? ദൈവമേ, ഇന്ന് പ്രഭാതം മുതലേ ഉച്ച വരെയുള്ള സമയം, ദൈവമേ ഞാൻ എന്തൊക്കെ ചെയ്തത്, ഉച്ച തുടങ്ങി വൈകിട്ട് വരെയുള്ള സമയം, തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ മനസാക്ഷി ഒന്ന് പരിശോധിക്കുന്നതാണ് ആത്മശോധന. അവലോകനം ചെയ്യാന്ന് പറഞ്ഞ് നമുക്കറിയാവുന്നതാണല്ലോ അല്ലേ. ഒരു അവലോകനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഫ്യൂച്ചറിന് മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ഒരു വിലയിരുത്തൽ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ, പ്രിയ സഹോദരൻ, നമ്മുടെ വ്യക്തി എന്ന രീതിയിൽ ഒരു ആത്മശോധനയ്ക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഈ വചനം, വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശല്യമായിട്ട് മാറുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് അങ്ങനെ ഒരു മറുതലിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.